ചെന്നായയും 7 ആട്ടിൻകുട്ടികളും. തള്ള ആടിന് പുറത്തേക്ക് പോകേണ്ട സമയമായപ്പോൾ കുട്ടികളെ വിളിച്ചു പറഞ്ഞു, ചെന്നായ ചീത്തയാണ്, സൂക്ഷിക്കണം, ദുഷ്ടനാണ്, മഹാസൂത്രശാലിയും. തള്ളാട് പോയി കഴിഞ്ഞപ്പോൾ ചെന്നായ വന്ന് വാതിലിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അമ്മയാണ് കുട്ടികളെ, വാതിൽ തുറക്കുവേൻ. പക്ഷേ ആട്ടിൻകുട്ടികൾ ഒന്നിച്ച് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട ചെന്നായെ, ഞങ്ങളുടെ അമ്മയ്ക്ക് മൃദുവായ ശബ്ദമാണല്ലോ. കുറെ കഴിഞ്ഞ് ചെന്നായ വീണ്ടും ചെന്നു. കുറച്ച് തേൻ കുടിച്ചിട്ടാണ് പോയത്. തേൻ കുടിച്ചാൽ ശബ്ദം മധുരമാകുമല്ലോ. പക്ഷേ അപ്പോഴും ആട്ടിൻകുട്ടികളെ പറ്റിക്കാൻ സാധിച്ചില്ല. അവരുടെ അമ്മയാണെന്ന് പറഞ്ഞ് കയ്യിലെ സമ്മാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ കറുത്ത രോമം നിറഞ്ഞ കൈ കണ്ട് ആട്ടിൻകുട്ടികൾ തിരിച്ചറിഞ്ഞു. അടുത്ത തവണ ചെന്നായ റൊട്ടിയുണ്ടാക്കുന്ന ആളുടെ അടുത്തു ചെന്ന് മാവ് കൊണ്ട് ഒരു ആടിൻ്റെ കൈയുണ്ടാക്കി തരാൻ പറഞ്ഞ് അതും കൊണ്ടാണ് ചെന്നത്. അപ്പോൾ ആട്ടിൻകുട്ടികൾ വിശ്വസിച്ചു. അവർ വാതിൽ തുറന്നു. ചെന്നായ ഒന്നിനെ ഒഴിച്ച് ബാക്കി എല്ലാ ആട്ടിൻകുട്ടികളെയും വിഴുങ്ങി. ആ ഒരെണ്ണം അലമാരയ്ക്കകത്ത് ഒളിച്ചിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. തള്ളാട് മടങ്ങി വന്നപ്പോൾ ആ ആട്ടിൻകുട്ടി നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു. തള്ളാട് ചെന്നായെ അന്വേഷിച്ചിറങ്ങി. ചെന്നായ ഭക്ഷണം കുശാലായതുകൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ബോധം കെട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ വയറ്റിൽ അവൻ വിഴുങ്ങിയ തൻ്റെ കുഞ്ഞുങ്ങളുടെ തല മുഴച്ചു നിൽക്കുന്നത് തള്ളാട് കണ്ടു. ഒരു കത്രിക കൊണ്ട് വയറ് കുത്തി കീറി കുഞ്ഞുങ്ങളെ എടുത്തിട്ട് പകരം കല്ല് നിറച്ച് തുന്നിക്കെട്ടി. ബോധം വീണപ്പോൾ വയറ്റിലെ കല്ലു കാരണം നടക്കാൻ കഴിയാതെ ഉരുണ്ട് ചെന്നായ ഒരു നദിയിൽ വീണ് ചത്തുപോയി. ആ 7 ആട്ടിൻകുട്ടികളും നല്ല വലിയ കൊമ്പുള്ള മിടുക്കൻ ആടുകളായി